Hi friends, welcome to the third day of our Trivandrum trip. അപ്പോൾ ആ കണ്ടാണ് നമ്മൾ താമസിച്ച വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ തേർഡ് ഡേ ആണ്. ഇന്നത്തോടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് നമ്മൾ പൊന്മുടിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അപ്പം പൊന്മുടിയിലെ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതണം കേട്ടോ. എങ്കിൽ അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് ഡേയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ എജിപ്സ് വേൾഡ്. അപ്പോൾ നമ്മളിത് അങ്ങനെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടോ. അപ്പം അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇതേ കൊച്ചുങ്ങളെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഗീവറോ ദേ ഇവിടെ ഇത് റിച്ചു, ഗീവർ, റയിച്ചു എല്ലാവരും തിരിച്ചു പോകാൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇതേ ഗീവറിട്ട് ഇതെങ്ങനെ ഓടിപ്പോണേ, ഒരു ഹായ് പറഞ്ഞടാ. അപ്പോൾ നമ്മളെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് കയറി പോവാണ്. അപ്പോൾ പോണ വയ്ക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങളങ്ങനെ പൊന്മുടിക്ക് പോവാണ്. വണ്ടിക്കകത്ത് എല്ലാവരും ഉണ്ട്. ഇത് രണ്ടെണ്ണം നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഹായ് പറഞ്ഞടാ. അപ്പോൾ ഞങ്ങൾ റോഡിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും പിടിച്ചോ. ഹലോ മേ ഞാൻ പിടിച്ചു. ഹലോ എന്നെ പിടിക്കാണോ? ചേട്ടനെ പിടിച്ചോ, നമ്മുടെ ചേട്ടൻ. അപ്പൊ ഗൈസ് ഞങ്ങളിത് പൊന്മുടിക്ക് പോണ വഴിക്ക് നല്ലൊരു വനത്തിന്റെ ഉള്ളിൽ കൂടെ പോണ കേട്ടോ. അപ്പം ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പോണ വഴിക്കുള്ള വ്യൂസ് ആണ് ഇതേട്ടാ. ഓ അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടില്ലേ? ഓ മൈ ഗോഡ്. ആദ്യം കുറെ നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സ്ഥലമാണ്. സൂപ്പർ വഴിയാട്ടോ എന്റെ പൊന്നോ. നല്ല വനത്തിക്കൂടെ പോണേ. ഇതേ രസമാണ് കേട്ടോ. ഇങ്ങനത്തെ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അടിപൊളി അടിപൊളി. എല്ലാരും ഹായ് പറഞ്ഞേ. എല്ലാരും ആരെയൊക്കെ കിട്ടിയാവോ ദൈവത്തിനറിയാം. എന്തായാലും നല്ല രസമുണ്ട് വഴിയെ കാണാനായിട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടോ. അതെ കണ്ടില്ലേ, കാടിന്റെ ഉള്ളിൽ കട. ചേട്ടന് നിർത്തണമെങ്കിൽ നിർത്തിക്കോളെ. എന്തായാലും കൊള്ളാം, അടിപൊളി. വണ്ടിയൊക്കെ ഇട്ടിട്ടില്ലേ. ഈ ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് മുകളിട്ട് കരിക്കൊണ്ട് പോട്ടോ. ചേട്ടാ ഹിറ്റ് ഔട്ടോ വീഡിയോക്കകത്ത്. ചേട്ടനെ ഹിറ്റാക്കി. അയ്യ അങ്ങനെയല്ല, കഷ്ടപ്പെട്ടത് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളെ സഹിച്ച വണ്ടി ഓടിക്കണമെന്ന്. ആ ഏതായാലും കൊള്ളാം, വഴി അടിപൊളിയായിട്ട്. സെറ്റ് ഗൈസ് നമ്മള് കേറി കൊറേ ഇങ്ങോട്ട് കേറിട്ടോ. കൊരങ്ങിനെയൊക്കെ കാണാൻ പറ്റുന്ന പറയണ്ട. പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. കുരങ്ങ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ട, പക്ഷെ ഒന്നും കണ്ടില്ല. നല്ല ഹെയർപിൻ ബെൻഡാട്ടോ. ഓക്കെ, സൂപ്പർ ഹെയർപിൻ. എന്താ അടിപൊളിയാന്ന് എനിക്ക്. സൂപ്പറായിട്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, സംഭവം അടിപൊളിയായിട്ട്. വഴി പൊളിച്ച്. കുറെ വണ്ടികളൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് സോളോ ട്രിപ്പ് പോകുന്ന ഒരാളെ കണ്ട. ഇങ്ങനെ ബൈക്കിലൊക്കെ സോളോ ട്രിപ്പൊക്കെ ഇതിൽ അടിച്ചു പൊളിച്ച ആൾക്കാർ പോകണ്ടോ. വാവ്. വണ്ടിയുടെ അടിപൊളി സൂപ്പർ. എന്തായാലും പൊളിച്ചിട്ടോ, ട്രിപ്പ് പൊളിച്ച്.
പൊളിച്ച് അടിപൊളിയായിട്ട് റൂട്ട് അടിപൊളി തകർപ്പൻ കാണാനും കുറേയുണ്ട് നല്ല ഭംഗിയുണ്ട് അടിച്ചോണ്ട് പോകും ഏതായാലും നിസ്കത്തിനൊക്കെ പിടിച്ചിട്ട് ബാക്കിലിരുന്നു നമ്മുടെ മാമിന് നമുക്ക് കുത്തട്ടെ എന്തായാലും കൊള്ളാം പൊളിച്ച് ഇപ്പൊ ഇതേ ഫ്രണ്ട്സ് അങ്ങ് മലയുടെ ഉള്ളില് നല്ല അടിപൊളി ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിവിടെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയിരുന്നേ വണ്ടി നിർത്തി ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റുന്നു കേട്ടത് ഇതുണ്ടോ അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ടോപ്പ് വ്യൂ റിസോർട്ട് അപ്പൊ ആ റിസോർട്ട് കാണാം പിന്നെ ഇത് നോക്കി തേയിലത്തോട്ടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മള് മൂന്നാർ പോകുമ്പോഴല്ലേ തേയിലത്തോട്ടം കണ്ടിട്ടുള്ളൂ അപ്പൊ മൂന്നാറല്ലാണ്ട് പൊന്മുടി വന്നപ്പോൾ നമുക്ക് തേയിലത്തോട്ടം കിട്ടി ഇറങ്ങട്ടേട്ടാ പുറത്തേക്ക് ഇറങ്ങിട്ടോ വലിയ തണുപ്പൊന്നുമില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ ദേ ഇവിടെ നിന്ന് ചുമ്മാ നിങ്ങൾ താഴേക്ക് വയ്ക്കത് സൂപ്പർ കേട്ടോ ഒന്നും പറയാനില്ല ഇത് വന്നില്ലാർത്തി ഭയങ്കര നഷ്ടമായി പോയേനെ ഇതേ കണ്ടില്ല നേരെ നോക്കിയാൽ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ഇതേണ്ട കിഡിലും വ്യൂ ആട്ടാ കിഡിലും വ്യൂ ഇതേ മാമനെ ഞാൻ വീഡിയോയിൽ മാമൻ ഇല്ലാണ്ട് പിന്നെ എന്ത് വീഡിയോ ആണ് മാമ ഹായ് അടിപൊളി ഇവരെന്നെ ഇറങ്ങാത്ത മാമൻ്റെ ഒരു കിട്ടുന്ന വീഡിയോ വരും മാമൻ നൊങ്ക കഴിച്ചിട്ട് റിവ്യൂ പറയണേ എല്ലാവരും ഇറങ്ങാൻ പറ ഇതെന്താണ് ഇത് വാട്ട് ഈസ് ദിസ് അതൊക്കെ പൊക്കോ പിന്നെ ആരും ഇറങ്ങാത്ത റിച്ചൂസ് പൊട്ട കുത്തിയില്ലോ അല്ല റേച്ചൂസ് സോറി അപ്പൊ ഗൈസ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്താ പറയാ നമ്മുടെ തിരുവനന്തപുരം ട്രിപ്പിന്റെ 3 ദിവസത്തെ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ ദിവസമാണ് ഇത് പൊന്മുടി ട്രിപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക 22 ഹെയർ പിന്നാണ് കയറി പോരുന്നത് അതിൽ 19 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് ഇതേണ്ടില്ലേ ബാക്കിലേക്കൊക്കെ നോക്കി കാരണം ഇഷ്ടം പോലെ വണ്ടികളും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ നല്ല അടിപൊളി തേയിലത്തോട്ടം എന്തുകൊണ്ടും സൂപ്പറാണ് അതൊന്ന് മുകളിലിട്ട് നടന്നു കാണിച്ചിട്ടുണ്ട് ഇതേ നോക്കി വേണ്ട സൂക്ഷിക്കേണ്ടൊക്കെ നിൽക്കണം കേട്ടോ വണ്ടിയൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും കൊള്ളാം പൊളിച്ച് തകർപ്പനാണ് നിങ്ങൾ എന്തായാലും തിരുവനന്തപുരം പ്ലാൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പൊന്മുടി പ്ലാൻ ചെയ്യണം കേട്ടോ പൊന്മുടി പ്ലാൻ ചെയ്യാണ്ട് പോകരുത് തിരുവനന്തപുരം വന്നിട്ട് നമുക്ക് വെയിലാണ് മൊത്തം വെയിൽ അവിടെ കാണാനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇന്നലെ കന്യാകുമാരി പോയി അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇട്ടാ അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ യാത്രകളൊക്കെ ഇനി ഇടയ്ക്കുണ്ടാവും അപ്പോൾ കിടിലം വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തോട്ടെ ഇതുണ്ടോ ഇതേ പുറകെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് 20ാമത്തെ ഹെയർ പിൻ ആട്ടോ 20ാമത്തെ ഹെയർ പിൻ ഇത് കണ്ടില്ലേ സൂപ്പറാണ് അടിപൊളിയാണ് നമ്മളിങ്ങനെ നടക്കുവാണ് ഇതിൽ കണ്ടോ ഇതേ അടുത്തത് കണ്ടോ ഇതേ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതേ ഇഷ്ടം പോലെ വണ്ടികൾ പക്ഷെ ഇവിടെ കുരങ്ങന്മാരെ ഒന്നും കണ്ടില്ല കേട്ടോ കുരങ്ങന്മാർ അങ്ങനത്തെ മൃഗങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചാടി വരണ്ടായിരുന്നു കേട്ടോ അതുങ്ങളെ ഒന്നും കണ്ടില്ല നമ്മളിവിടം വരെ നടക്കുള്ളൂ ബാക്കി താഴേക്ക് പോകാൻ കണ്ടോ നോക്കി കണ്ടോ കണ്ടോ വ്യൂസ് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കന്യാകുമാരി പോകണമെങ്കിൽ വിവേകാനന്ദപ്പാറ കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ 300 രൂപയുടെ ഓൺലൈൻ പാസ് എടുത്തിട്ട് പോവുക 75ൻ്റെ എടുക്കരുത് ഭയങ്കര ക്യൂ ആണ് 300ൻ്റെ തന്നെ എടുത്ത് പോവുക ക്യൂ കട്ട് ചെയ്ത് കയറാം പിന്നെ പൊന്മുടിയിലും വരിക പൊന്മുടി എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ ഇത് താഴേക്ക് നോക്കാൻ പറ്റുമോ എല്ലാം കാണാൻ പറ്റുമോ കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ ആട്ടോ അപ്പൊ നല്ല എന്താ പറയാ നല്ല വെയില് നല്ല കാലാവസ്ഥ മഴയൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഒരു മഴയില്ല ഞങ്ങളുടെ ട്രിപ്പിലേ മഴയില്ല ഇവിടെ റോഡ് സൈഡിൽ ചേച്ചിമാര് എന്തൊക്കെ വിൽക്കുന്നത് ഇതെന്തത് ആ ചായപ്പൊടി ആയിരുന്നു ആദ്യം അവിടെ മാങ്ങ ഉപ്പിലിട്ട് വിൽക്കാൻ ഒരു 2-3 പിള്ളേർ ഇപ്പം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൊണ്ടും ട്രിപ്പ് അടിപൊളിയായത് ഇന്നത്തെ ദിവസം 3ാമത്തെ ദിവസം ബാക്കി ദിവസങ്ങൾ നമ്മൾ ടൗണും
കോവളം ബീച്ചും കന്യാകുമാരിയൊക്കെ പോയത്. ഇന്നിപ്പോ എന്തായാലും നമ്മളിത് പൊന്മുടി വന്ന കാരണം കാടിന്റെ ഉള്ളിൽ വരാൻ പറ്റി. പക്ഷെ ഒരൊറ്റ ഇതുവരെ ഒരു മൃഗത്തെ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. ഒരു കൊരങ്ങനെ പോലും കാണാൻ പറ്റിയില്ല. ഈ കാട്ടില് കൊരങ്ങൻ ഉണ്ടോന്ന് പോലും അറിയാൻ പാടില്ല കേട്ടോ. ഇത് പപ്പടവടയാ. അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടോ. അതെ ഓക്കെ, 22 ഹെയർപിന് നമ്മൾ കയറിട്ടോ. ടിക്കറ്റ് എടുക്കണം എന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ താഴെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ താഴെ വണ്ടി നിർത്താണ്ട് പോകുന്ന കാരണം എന്താ മുകളിൽ വന്ന് ടിക്കറ്റ് എടുക്കട്ടെ, കാണിച്ചു തരാം. ഞാൻ ചേട്ടനാ പറഞ്ഞു താഴെ നിന്ന് എടുക്കണമെന്ന്. കേട്ടോ താഴെ എവിടെ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് എടുക്കണ്ടേ? നമ്മളാരെയും കൈ കാണിച്ചില്ല, നമ്മള് നിർത്തിയില്ല. ഇപ്പൊ 13 പേരില് 2 പിള്ളേര്. അപ്പൊ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണം? ദേ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണേ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസാണ്. അപ്പൊ ടിക്കറ്റ് എടുക്കാണ്ട് ഒരു ഗേറ്റ് വിടില്ല കേട്ടോ. ഇത് ഫോറസ്റ്റ് ആണ്. അപ്പൊ എനിവേ അപ്പം ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ട്രിപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്നം എന്ന് ഈ ഓഫീസും വീട് ഓഫീസിൻ്റെ ഇടയിൽ ഒരു അടിപൊളി ട്രിപ്പ്. കൊള്ളാം, എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങളിനി വണ്ടി കയറി പോകാൻ മുകളിട്ട് പോകണേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. KTDC ഗോൾഡൻ പീക്ക് പൊന്മുടി. അപ്പോൾ ഇതിനടുത്താണ് കേട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റ്. KTDCയുടെ റിസോർട്ടിലേക്ക് പോകാൻ അങ്ങോട്ട് പോകാം. ഇതിൻ്റെ അടുത്ത് ചെക്ക് പോസ്റ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. പിള്ളേർക്ക് എത്രയാണ്? 12 വയസ്സായുള്ളവർക്ക് 20 രൂപയോ? വലിയ ആൾക്കാർക്ക് എത്ര? 40 രൂപയോ? അപ്പോൾ 40-20 റേറ്റ് കേട്ടാ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വേണ്ടിട്ടോ. അപ്പോൾ നമ്മളിത് കയറി പോവാണ്. ഇനിയിപ്പോൾ കയറി മുകളിലേക്ക് പോട്ടെ. പൊന്മുടി എത്തി ആക്ച്വലി. പിന്നെ എന്തൊക്കെ കാണാനുള്ളത് നമുക്ക് പൊന്മുടിയിലേക്ക് പോണ വഴിക്ക് നോക്കാം. എന്തായാലും നല്ല കാണാൻ ഒത്തിരി കാഴ്ചകളുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിട്ട് കയറും കേട്ടോ. വ്യൂ നോക്ക്. വാവ്, നിങ്ങൾ ഈ വ്യൂ നോക്കി. അടിപൊളിയല്ലേ നോക്കി. വ്യൂ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന്. ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂസ്. അപ്പം ചില സമയത്ത് നമുക്ക് നല്ല ഉഗ്രം കോട കിട്ടും. നമ്മൾ വന്ന സമയത്ത് കോടയൊന്നുമില്ല. ഇതൊക്കെയാണ് പൊന്മുടിയുടെ കാഴ്ചകൾ കേട്ടോ. തേയില കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ തേയില കൃഷിയിൽ എവിടെയെങ്കിലും നിന്നായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇത് മുകളിലേക്ക് കയറി പോകണോ, വണ്ടിയൊക്കെ കയറി പോകുന്നുണ്ട്. നോക്കി ഇതേണ്ട വ്യൂ വേണ്ട. അതെ അങ്ങ് താഴെ വരെ കാണാൻ പറ്റും. കണ്ടോ. ഇതാണ് നമ്മൾ മൂന്നാർ പോണ കാലം അടിപൊളി എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. മൂന്നാർ പോയി അടുത്താണ്. പൊന്മുടി ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആം കമ്മിങ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊന്മുടിയിലേക്കുള്ള ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താഴത്തേക്കുള്ള കാഴ്ച നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട്, കാണിച്ചു തരാട്ടാ. ഇവിടെ ഇത് റിസോർട്ടാന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ നല്ല അടിപൊളി പാറയും. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ. അപ്പൊ ഇവിടെയാണ് പൊന്മുടി. ഈ പാറയുടെ മുകളിൽ കയറാട്ടോ നമുക്ക്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. KSRTC ബസ്സിൽ ആൾക്കാർ ട്രിപ്പൊക്കെ വന്നിട്ടോ. നമുക്ക് നോക്കാട്ടോ ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഞങ്ങൾ പൊന്മുടി എത്തി. ഒരു മാർവലസ് ജേർണി കഴിഞ്ഞ് നമ്മൾ പൊന്മുടി എത്തി. ഇതേ കണ്ടില്ലേ, ഇതെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ചിറ്റ ഇവിടെ നിൽപ്പുണ്ട്. അയ്യോ കാണാൻ പറ്റില്ല. ഇതേ അപ്പം പോണു. ഇതേ ഇങ്ങനെ നോക്കൂ. ഇവിടെ നോക്ക്. ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു സൂത്രം കാണിച്ചു തരാം. ഇതേ നോക്കിയേ, ഇതണ്ട ആ മലയുടെ മുകളിൽ കയറണം. അപ്പം ആ മലയുടെ മുകളിൽ കയറാൻ പറ്റുവാണെങ്കിൽ നല്ല വെയില.
അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും മലയുടെ മുകളിൽ കയറാൻ പറ്റുവാണെങ്കിൽ. നമുക്കൊന്ന് കയറി നോക്കാം. മലയുടെ മുകളിലേക്കല്ല, ജസ്റ്റ് റോഡിലേക്ക് നേരിട്ട് കേട്ടോ. ഓ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് എങ്ങോട്ടേക്ക് കണ്ടില്ലേ, വ്യൂ സൂപ്പറാണ്. എന്തായാലും ഈ ട്രിപ്പ് കാരണം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കണ്ടന്റ് ആയിട്ട്. കിടിലേ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ബാക്കിലേക്ക് നോക്കി, ബാക്കിൽ വ്യൂ ഉണ്ടോ? ഞാൻ പല സൈഡിൽ നിന്ന് കാണിച്ചു തന്നിട്ടത്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാനുണ്ട്. ഇവിടെ നമ്മൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു കുറച്ച് വൈകിട്ടൊക്കെ ആവുകയാണെങ്കിൽ നല്ല അടിപൊളി കോടയായിരിക്കും. ഇന്നിപ്പോൾ കോടയൊന്നുമില്ല. ബാക്കി കാണിച്ചു തരാം കേട്ടോ. വേണ്ടോ റേച്ചൂസിനെ ഞാൻ എടുത്തേ. റേച്ചൂസ് എൻ്റെ വീഡിയോയിൽ വന്നേ. റേച്ചൂസിനെ പിടിച്ചോണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. റേച്ചൂസ് ഒരു ഹായ് പറഞ്ഞ. റേച്ചൂസു ഹായ്. കണ്ടോ കണ്ടോ, നിങ്ങൾ കണ്ടോ, റേച്ചൂസ് വീഡിയോയിൽ വന്നല്ലോ. റേച്ചൂസ് വീഡിയോയിൽ വന്നല്ലോ. റേച്ചൂസ് വീഡിയോയിൽ വന്നല്ലോ. റേച്ചൂസ് നമുക്ക് മല കയറാൻ പോവാം. ആ പോവാം, മല കയറാം, മല കയറാം. റേച്ചൂസിനെ കൊണ്ട് മല കയറാം. റേച്ചൂസാണോ ജെനീറ്റയാണോ? ജെനീറ്റ റേച്ചൂസ്. അപ്പോൾ നമുക്കതേ മലയായിട്ട് കയറാൻ പോട്ടെ റേച്ചൂസേ. അപ്പോൾ ഗൈസ് ഈ മലയായിട്ടാണ് കയറേണ്ടത്. കൊച്ചു കയ്യിലുള്ളതുകൊണ്ട് ചെറിയ റിസ്ക് ആണ്, എന്നാലും നോക്കട്ടെ. ഇത് കയറാൻ റിസ്കി ഷോട്ടാണ്. ടീമു ദേ അളിയമ്മൻ്റെ കൊച്ചിൻ്റെ അപ്പം വേണ്ടി കൊച്ചിനെ കൊണ്ട്. അപ്പോൾ കൊച്ചിനെ കൊടുക്കട്ടെ കേട്ടോ. ഓയ് കൊച്ചിനെ കൊടുത്തേ. ഇതേ നമ്മളിതിങ്ങനെ മല കയറി പോവാട്ടോ. ഇതേ മല കയറി ഓയ് ഫാമിലിയൊക്കെ അങ്ങ് നടന്നു പോയി. അപ്പോൾ നമ്മളിതേ മല കയറി പോവാണ്. ഹാല 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 ഹാല. ഈ മലയാണ്ട കയറണ്ടേ. യോ ഇങ്ങനെ മല കയറി പോവാണ്. ഒന്നാം മല കയറി പോവണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ. രണ്ടാം തണ്ടിലേറി പോവണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ. മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഓയ്യടാ ഓടി. ഇങ്ങനെ കയറി നമ്മളിത് മോളിൽ ചെല്ലാൻ പോവാൻ കേട്ടോ ഗൈസ്. കൊച്ചുങ്ങളെ മുകളിലെത്തിട്ടോ. അവരോടി പിടിച്ച് മുകളിലെത്തി. മടുത്തോ? മലയുടെ മുകളിൽ ഗീവർ വെച്ചു. എന്തെങ്കിലും പറഞ്ഞാടാ. എന്നാ ഡാൻസ് കളിക്കുന്ന ഗീവർ. അയ്യോ എടാ മറിഞ്ഞാടാനാണോ പറഞ്ഞത്? ഡാൻസ് കളിക്കാനല്ലേ പറഞ്ഞത്? ചിറ്റയൊക്കെ ഞാൻ മടുത്തു പോയോ? ദേ സാമോളാൻറ്റി മടുത്തു. സാമോളാൻറ്റി ഇരുന്നു. ദേ അയ്യോ ബൈജോങ്കിൾ ഇരുന്നു. ദേ ബൈജോങ്കിൾ സാമോളാൻറ്റി മടുത്തു പോയിട്ടോ. അയ്യോ ദേ അപ്പനും അമ്മ അങ്ങനെ ദേ ഇരിക്കുന്നു. കെട്ടിപ്പിടിച്ചേ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുക. കെട്ടിപ്പിടിക്കൊന്നുമില്ലേ ഗീവറൂട്ടാ? പൊന്മുടി കഴിഞ്ഞ് തിരിച്ചു പോകണ്ട. ഞാൻ ഗീവർ അപ്പൊ പൊന്മുടി കഴിഞ്ഞ് തിരിച്ചു പോകണ. മാമൻ പറയുന്ന ലീഡ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പൊ പൊന്മുടി സൂപ്പർ ആയിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടാണ് അടുത്ത. എന്തെങ്കിലും അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്ന് കാണാട്ടോ. അപ്പൊ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഹരിദ്വാർ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ പോയി കിടന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വെക്കേഷനിൽ 3 ദിവസത്തെ ട്രിപ്പ് അടിച്ച് പൊളിച്ചു. വീഡിയോസ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ഫ്രം AGP's വേൾഡ്.